ഹലോ ഗൈസ്, അസ്സാം വലൈക്കും വറഹമത്തുള്ള. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്വന്തം ബിസിനസ്സായ പാലട പായസം വെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ സൈറ്റിലെത്തിയാൽ നമ്മൾ ആദ്യത്തെ പരിപാടി നമ്മൾ കൊണ്ടുവന്ന പാർസൽ പാത്രങ്ങളും ഗ്ലാസ്സും ഒക്കെ ഒന്ന് ലെവലാക്കി വെക്കണം. നമ്മളെ വണ്ടീൻ്റെ ഡിക്കിയിൽ തന്നെയാണ് പാത്രങ്ങളും ഗ്ലാസ്സും ഒക്കെ കൊണ്ടുവരല്. പിന്നെ നമ്മൾ 2 ദിവസം ലീവായതുകൊണ്ട് നമ്മുടെ പായസം വെക്കണ തട്ടും ഒറ്റ പൊടി പിടിച്ച് കിടക്കുകയിനി അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിന്. പിന്നെ നമ്മൾ പായസത്തിൻ്റെ പാത്രം കൊണ്ടുവച്ചു. അതിനുശേഷം നമ്മളെ പാർസൽ പാത്രം ഡിസ്പ്ലേക്ക് വേണ്ടി വെക്കുകയാണ്, എല്ലാവരും കാണാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ സ്കാനർ എടുത്ത് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഫസ്റ്റ് വന്നാൽ കുറച്ച് ചെറിയ പരിപാടികളുണ്ടാവും. പിന്നെ നമ്മളെ കയ്യിലിട്ടൊക്കെയുള്ള പാത്രം എടുത്ത് വെക്കണം. അങ്ങനെ സ്കാനർ എടുത്ത് വെച്ചു. പിന്നെ അതുപോലെ നമ്മൾ കയ്യിലിട്ടൊക്കെയുള്ള പാത്രത്തിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിലേറെ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ പായസം, പാലട പായസം. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും ഈ റൂട്ടിലൂടെ ഒക്കെ ഒന്ന് പോകുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പുതിയൊരു സംരംഭം തുടങ്ങിയതാണ്. എല്ലാവരും വന്ന് കുറിച്ച് റിസൾട്ട് പറയാം. അപ്പോൾ തന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പായസത്തിൻ്റെ ബാക്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് വലിയ ബിൽഡിങ് വരുന്നുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള ബിൽഡിങ് തന്നെയാണ്. പിന്നെ നമ്മൾ നേരെ മുമ്പിൽ ഒരു പഴയ വീട് പൊളിച്ചുകൊണ്ട് അവിടെയും ബിൽഡിങ് വരാനുള്ള പദ്ധതികൾ കാണുന്ന കേട്ടത്. ഇപ്പോൾ നമ്മളെ കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പാർസൽ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഒരു കൈകൊണ്ട് ചവിട്ടുന്ന സൈക്കിളിൽ ഒരു കാക്ക ഇങ്ങനെ പോകണമുണ്ട്. നടക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടോ. അല്ലാഹു തആല ഓരോരുത്തരെ ഓരോ രീതിയിൽ പഠിച്ചു. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. പിന്നെ നമ്മളെ കച്ചവടത്തിൻ്റെ ബാക്കിൽ കുറച്ച് വേസ്റ്റുകൾ ഇങ്ങനെ എന്നും വന്ന് ദിവസം കൂടുന്തോറും വേസ്റ്റിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം കൂടുമ്പോഴും വേസ്റ്റിൻ്റെ ഓരോ കവറ് ഇങ്ങനെ കൊടുന്ന ഓരോ ദിവസം രാവിലെ വരുമ്പോഴും വേസ്റ്റിൻ്റെ കവറിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആരാണ് അവിടെ കൊടുന്നിടുന്നത്? എന്തായാലും നമ്മുടെ കച്ചവടം അങ്ങനെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഇന്ന് ഫുള്ള് സെയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മുടെ പാലട പായസത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പരപ്പനങ്ങാടിക്കടുത്ത് ഒരു ജിയോ പമ്പ് ഉണ്ട്, കൊടപ്പാളി ജിയോ പമ്പ്.